നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അധ്വാനത്തിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും ഓർമ്മപ്പെടുത്തി ഒരു മെയ് ദിനം കൂടി. മെയ് 1 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നീ ആവശ്യങ്ങൾ ത്യാഗനിർഭരമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതിന്റെ ഓർമ്മ ദിനം. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെള്ളയാങ്കുടിയിൽ ദേശീയപാതയിൽ ഇറങ്ങിയ കാട്ടുപന്നി ഭീതി പരത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങളിൽ ചിലത് പ്രായോഗികമല്ലെന്ന പരാതിയുമായി KPMS. ഇതുമായി ബന്ധപ്പെട്ട ചില മാനദണ്ഡങ്ങൾ പിന്നോക്ക വിഭാഗക്കാരായ ആളുകളെ പ്രതിസന്ധിയിലാക്കുന്നതാണെന്ന് KPMS സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ. മൂന്നാർ ടൗണിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകുന്നതിനെതിരെ പരാതി. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ടൗണിൽ മതിയായ സൗകര്യമില്ലെന്നിരിക്കെ പാർക്കിംഗ് ഗ്രൗണ്ട് ഇതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് ആക്ഷേപം. വിശദമായ വാർത്തകളിലേക്ക്. അധ്വാനത്തിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും ഓർമ്മപ്പെടുത്തി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സർവ്വദേശീയ തൊഴിലാളി ദിനം ആചരിച്ചു. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നീ ആവശ്യങ്ങൾ ത്യാഗനിർഭരമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതിന്റെ ഓർമ്മ ദിനമാണ് മെയ് 1. CITO കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആചരിച്ച മെയ് ദിന പരിപാടി CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സച്ചി ഉദ്ഘാടനം ചെയ്തു. പണിയെടുക്കുന്ന തൊഴിലാളികളുടെ മോചനം, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവിടെ നടന്ന പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുത്ത 5 പേരെ അവിടുത്തെ ഭരണാധികാരികൾ വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി. ആ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തൊഴിലാളികൾ മരണത്തെ മുഖാമുഖം കാണുമ്പോഴും അഭിമാനപൂർവ്വം ഈ ലോകത്തിൻ്റെ തൊഴിലാളിക്ക് വേണ്ടിയാണ് തങ്ങൾ മരിക്കാൻ പോകുന്നതെന്ന് ധൈര്യസമേതം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്ന് വധശിക്ഷയ്ക്ക് കീഴടങ്ങി. അതിനുശേഷം ലോകത്താകമാനമുള്ള പണിയെടുക്കുന്ന തൊഴിലാളികൾ മെയ് ദിനം സാർവദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു വരികയാണ്. തുടർന്ന് പ്രകടനം നടത്തി. നേതാക്കളായ KS മോഹനൻ, MC ബിജു, ടോമി ജോർജ്, PV സുരേഷ് എന്നിവർ പതാക ഉയർത്തി. CITO ജില്ലാ സെക്രട്ടറി KS മോഹനൻ മെയ്ദിന സന്ദേശം നൽകി. തൊഴിലാളിയുടെ അധ്വാന സമയം നിജപ്പെടുത്തണം എന്നുള്ള ആവശ്യം ലോകമെമ്പാടും ഉയർന്നു വരുന്നത്. അങ്ങനെ 8 മണിക്കൂർ അധ്വാനം, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ചിക്കാഗോവിൽ തൊഴിലാളികൾ ആദ്യമായി, അത് സമരമെന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ യോഗമാണ്. വൈകുന്നേരത്ത് ചിക്കാഗോ പട്ടണത്തിൽ തൊഴിലാളികളുടെ ഒരു വമ്പിച്ച സമ്മേളനമാണ് ചേർന്നത്. ആ സമ്മേളനം ചേരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ മഴച്ചാറ്റലുണ്ടായി. അപ്പോൾ ആളെല്ലാം ഒതുങ്ങി നിന്നു. ആ സമയത്താണ് സമ്മേളനം ചേരുന്ന സ്റ്റേജിന് മുമ്പിലേക്ക് ഒരു ബോംബ് വന്നു വീഴുന്നു. ആ ബോംബ് പൊട്ടുകയും അതിനെ തുടർന്ന് പോലീസ് തൊഴിലാളികൾക്ക് നേരെ വെടിവെക്കുകയാണ്. ആ വെടിവെപ്പ് നിരവധി തൊഴിലാളികൾ മരിച്ചു. ആ യോഗം സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത 4 തൊഴിലാളി യൂണിയൻ നേതാക്കന്മാരെ ബൂർഷ്വാ കോടതി കേസിൽപ്പെടുത്തി വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുകയാണ്. നിരവധി തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു. AITUC കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെയ് ദിനം ആചരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് VR ശശി മെയ് ദിന സന്ദേശം നൽകി. കട്ടപ്പന ഇടുക്കിക്കവല, അശോക ജംഗ്ഷൻ, സെൻട്രൽ ജംഗ്ഷൻ, പഴയ ബസ് സ്റ്റാൻഡ്, പാർട്ടി ഓഫീസ് എന്നിവിടങ്ങളിൽ പതാക ഉയർത്തി. ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ, അത് പണിയെടുക്കുന്ന എല്ലാ വിഭാഗം തൊഴിലാളികളും, എല്ലാ മേഖലയിലും പണിയെടുക്കുന്ന തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാരടക്കമുള്ള ആളുകൾ ഗവൺമെൻറ്റിന് മുമ്പിൽ, ഭരണാധികാരികളുടെ മുമ്പിൽ തൊഴിലാളികളാണ്. അത്തരം തൊഴിലാളികൾക്കെല്ലാം ലഭ്യമായിട്ടുള്ള അവകാശം നേടിയെടുത്തത് ചിക്കാഗോയിലെ തെരുവീതികളിൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ജീവൻ
നഷ്ടമായതിൻ്റെ ഭാഗമായി നേടിയിട്ടുള്ള നേട്ടമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും എല്ലാ സുഖസൗകര്യങ്ങളും എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ തൊഴിലാളികൾക്ക് വലിയ പ്രതിസന്ധികളാണ് ലോകമെമ്പാടും നേരിടേണ്ടി വരുന്നത്. അത് ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ സമ്പന്ന വർഗ്ഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണാധികാരികൾ കാണിക്കുന്ന വ്യഗ്രതയും ആയതുകൊണ്ടാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ തൊഴിലാളി വർഗത്തിന് നേരെയുള്ള വലിയ ഒരു വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലാണ് 2024 മെയ് 1 എന്നുള്ള ഈ സുദിനം കടന്നു പോകുന്നത്. നേതാക്കളായ രാജൻകുട്ടി മുതുകുളം, സജോ മോഹനൻ, KN കുമാരൻ, സന്തോഷ് VV, ശ്യാം ശശി എന്നിവർ നേതൃത്വം നൽകി. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെള്ളയാങ്കുടിയിൽ ദേശീയപാതയിൽ ഇറങ്ങിയ കാട്ടുപന്നി ഭീതി പരത്തി. വനപ്രദേശങ്ങളിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും വന്യമൃഗങ്ങൾ കടന്നെത്തുന്നത് വലിയ നാശനഷ്ടമാണ് മനുഷ്യർക്കുണ്ടാക്കുന്നത്. ഗ്രാമങ്ങൾക്ക് പുറമെ ഇപ്പോൾ നഗരവീഥികളിലേക്കും വന്യമൃഗങ്ങൾ കടന്നുവരികയാണ്. കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ള വെള്ളയാങ്കുടിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടുപന്നി ഭീതി പരത്തിയത്. അടിമാലിക്കുമ്മളി ദേശീയപാതയോരത്തിറങ്ങിയ കാട്ടുപന്നിയുടെ വീഡിയോ ദൃശ്യം യാത്രക്കാർ ഫോണിൽ പകർത്തി. ഒരിടവേളയ്ക്ക് ശേഷം കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു 25 വർഷം മുമ്പ് നമ്മൾ ഇവിടുന്ന് കാലുവരി കൊണ്ട് തന്നെ കല്യാണത്തിൻ്റെ ഭാഗം വരെ ഫെൻസിങ് ഇട്ടിരുന്നു. അത് മുഴുവനും കാട്ടുപന്നിയും അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളും പശുവും ഒക്കെ ആയിട്ട് നശിപ്പിച്ചു. അപ്പോൾ അതെല്ലാം നശിച്ച് ആരാൾക്കാർ പിടിച്ചെടുക്കുകയാണ്. ഇന്ന് അടിയന്തരമായി സർക്കാർ ഇതിനകത്ത് ബന്ധപ്പെടണം. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പന്നിശല്യമുള്ള പ്രദേശങ്ങളിൽ ഒരാളെ ഒരു തോക്കുകാരനെ നിയമിക്കാനുള്ള അധികാരം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. കട്ടപ്പന നഗരസഭയിൽ നിരവധിയായ ലൈസൻസുള്ള തോക്കുകാരുണ്ടായിട്ടും ഒരാളെ പോലെ തന്നെ അതിനുവേണ്ടി തയ്യാറാക്കാനോ അതിനുവേണ്ടി നിയമിക്കാനോ ഈ നഗരസഭ തയ്യാറായിട്ടില്ല. അടിയന്തരമായി ഒരാളെയെങ്കിലും തോക്കുള്ള ഒരാളെ, ലൈസൻസുള്ള ഒരാളെ ഈ പന്നി വേട്ടയ്ക്ക് വേണ്ടി നിയോഗിക്കണം എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. വനാതിർത്തി പങ്കിടുന്ന കല്യാണത്തണ്ടിന്റെ വിവിധയിടങ്ങളിൽ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ മുൻപുണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ഇവയെല്ലാം നശിച്ചതോടെയാണ് കാട്ടുപന്നിയടക്കം വനാതിർത്തി താണ്ടി നഗരപ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. സർക്കാർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി നഗരപ്രദേശങ്ങളിലടക്കം ഉണ്ടാകുന്ന വന്യമൃഗ ഭീഷണിക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങളിൽ ചിലത് പ്രായോഗികമല്ലെന്ന പരാതിയുമായി KPMS രംഗത്ത്. ഇതുമായി ബന്ധപ്പെട്ട ചില മാനദണ്ഡങ്ങൾ പിന്നോക്ക വിഭാഗക്കാരായ ആളുകളെ പ്രതിസന്ധിയിലാക്കുന്നതാണെന്ന് KPMS സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ അടിമാലിയിൽ പറഞ്ഞു. ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും KK രാജൻ വ്യക്തമാക്കി. പട്ടിക വിഭാഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ഈ തഹസിൽദാർമാർ ഉൾപ്പെടെയുള്ളവർ വിവേചനകരമായി ഇടപെടുന്നതിൻ്റെ ഒരു ആക്ഷേപമാണ് നൽകിയിട്ടുള്ളത്. നിലവിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരും പ്രത്യേകിച്ച് ഇവർ ജനിച്ച് വളർന്ന അന്ന് മുതൽ പട്ടികജാതി ബാധ്യപ്പെട്ട ആളുകളാണ്. പക്ഷെ അവർ അക്ഷയ മുഖാന്തരം ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ സമുദായ സംഘടനയുടെയും റേഷൻ കാർഡിൻ്റെ കോപ്പി ആവശ്യമായ സർട്ടിഫിക്കറ്റ് വെച്ചാണ് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ പുതിയ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിരിക്കുന്നത് ഇപ്പോൾ ദേവികുളം തഹസിൽ പറഞ്ഞിട്ടുള്ളത്, സോ ആ പിതാവ് എവിടെ ജനിച്ചോ ആ പിതാവ് ജനിച്ച സ്ഥലത്ത് പോയി, മാതാവും പിതാവും ജനിച്ച സ്ഥലത്ത് പോയി അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി കൊണ്ടുവന്നാൽ മാത്രമേ മകനായ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരൂ എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ ഒരു വിരോധാഭാസമായ ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ 10, 50, 55, 60 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ പിതാവ് എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല, ജീവിച്ചിരുന്നത് എവിടെയെന്ന് അറിയാം. അങ്ങനെ യാതൊരു രേഖകളൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഇവരെന്തെല്ലാം കുതന്ത്രങ്ങൾ ഉപയോഗിക്കാമോ ഈ പട്ടികജാതി വിഭാഗങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി, ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയായിട്ട് മുമ്പോട്ട് വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് കൃത്യമായി ഇടപെടണം. തന്നെയുമല്ല മറ്റൊന്നുള്ളത്, 2 അയൽസാക്ഷ്യമെടുക്കും. അതായത് ഇപ്പോൾ നിലവിൽ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് സമുദായ സംഘടനയുടെ കത്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, രേഖ വെച്ച് സാക്ഷ്യപത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവിടെ അംഗീകരിക്കത്തില്ല.
ഇപ്പം അംഗീകരിക്കുന്നത് ഏതെങ്കിലും എവിടെന്നെങ്കിലും ആരെങ്കിലും വന്നിട്ടുള്ളവർ 2 പേര് വില്ലേജ് ഓഫീസ് പോയി മൊഴി പറഞ്ഞാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതും പ്രശ്നങ്ങളാണ്. കാരണം ഈ കക്ഷിക്ക് ഇപ്പോൾ ഒരു ദിവസത്തെ കൂലിവേല എടുത്ത് അവർ പോകുന്നു. ആ കൂലിവേലയുടെ ഇതും കഴിഞ്ഞ് അവർക്ക് വേതനവും കൊടുത്ത് 2 ദിവസത്തെ അവരുടെ സമയവും കളഞ്ഞിട്ട് ഇവർ പോകുമ്പോൾ എന്തെങ്കിലും മൊഴി പറഞ്ഞ് ആ മൊഴി അടിസ്ഥാനത്തിൽ സാധനം കൊടുക്കുന്നു. അങ്ങനെ നിരവധി ആളുകളെ പറ്റിക്കുന്ന രീതിയിലേക്കും വ്യാജമായ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തുകൊണ്ട് വ്യാജമായ കുറേ അധിക ആനുകൂല്യങ്ങൾ പട്ടികജാതി വിഭാഗങ്ങളെ തട്ടിയെടുക്കുന്ന ഒരു നടപടി വന്നിട്ടുണ്ട്. അത് പുനഃപരിശോധിക്കുകയും വളരെ അടിയന്തരമായി തഹസിൽദാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇന്നത്തെ ഇടപെട്ടുകൊണ്ട് ഈ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഇതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള അടിയന്തരമായ ഇടപെടലുണ്ടാകണമെന്നതാണ് KPMS സംസ്ഥാന കമ്മിറ്റി നൽകി ആവശ്യപ്പെടുന്നത്. മൂന്നാർ ടൗണിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകുന്നതിനെതിരെ പരാതി. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ടൗണിൽ മതിയായ സൗകര്യമില്ലെന്നിരിക്കെ പാർക്കിംഗ് ഗ്രൗണ്ട് ഇതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്നത് ശരിയായ പ്രവണതയല്ലെന്നാണ് ആക്ഷേപം. ഈ സമീപനം അവസാനിപ്പിക്കുകയും ഗ്രൗണ്ട് പാർക്കിങ്ങിനായി വേണ്ടവിധം വിനിയോഗിക്കുകയും വേണമെന്നാണ് ആവശ്യം. പഴയ മൂന്നാറിലാണ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് ഉള്ളത്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടാണ് പാർക്കിംഗ് ഒഴിവാക്കി സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകുന്ന സമീപനം ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ഇപ്പോൾ ആക്ഷേപം ഉയരുകയാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ടൗണിൽ മതിയായ സൗകര്യമില്ലെന്നിരിക്കെ പാർക്കിംഗ് ഗ്രൗണ്ട് ഇതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്നത് ശരിയായ പ്രവണതയല്ലെന്നാണ് പരാതി. மூணார் என்று சொல்லக்கூடியது ஒரு டூரிசம் வந்து போகக்கூடிய ஒரு இடமாக இருக்கும். ஆனால் இந்த மூணாறு வண்டிகள் பார்க்கிங் செய்யக்கூடிய இடத்த ஒரு தனி நபருக்கு வேண்டி மூணாறு பஞ்சாயத்து ஆளக்கூடிய பிரசிடண்டாக இருந்தாலும் சரி, வைஸ் பிரசிடண்டாக இருந்தாலும் சரி, அதை குறைஞ்ச ரேட்டுக்கு கொடுத்துட்டு இன்றைக்கி வெளி மாநிலத்திலிருந்து வரக்கூடியவங்க வண்டி போட முடியாமல் தத்தளித்து நிற்கக்கூடிய ஒரு சூழ்நிலை மூணாறில் உருவாகியிருக்கு. இதை மாற்றம் கொண்டு வரலன்னு சொன்னால் சிபிஐயின் சார்பாகவும், ஏஐடிசியின் சார்பாகவும், ஒய்யப்பு சார்பாகவும், மாதர் சங்க சார்பாகவும் மிகப்பெரிய ஒரு போராட்டம் நடத்துறதுக்கு மூணார் பஞ்சாயத்தை ஏற்று ஒரு போராட்டம் நடத்துறதுக்கு நாங்கள் எல்லாம் தயாராகுவோம். മൂന്നാറിലെത്തുന്ന വലിയ ബസ്സുകളടക്കം പാർക്ക് ചെയ്യുന്നത് ഈ ഗ്രൗണ്ടിലാണ്. പാർക്കിംഗ് ഗ്രൗണ്ട് സ്വകാര്യ പരിപാടികൾക്കായി വിട്ടു നൽകുന്നതോടെ ഈ വാഹനങ്ങൾ മറ്റെവിടെയെങ്കിലും പാർക്ക് ചെയ്യേണ്ടി വരും. മൂന്നാർ ടൗണിൽ നിലനിൽക്കുന്ന ഗതാഗതക്കുരുക്കിന് നാളിതുവരെ ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ടില്ല. ഇതിനൊപ്പമാണ് ഉള്ള പാർക്കിംഗ് ഗ്രൗണ്ട് കൂടി ഇതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്നത്. மூணாருடைய டூரிஸ்ட் பஸ்ஸு ஒரு வழி ப்ளோக்கு எல்லாமே உண்டாகக்கூடிய சூழ்நிலை இன்றைக்கி இருக்குது. ஆனால் இதெல்லாமே மனதில் வைக்காமல் அவங்க கூடிய பஞ்சாயத்தினுடைய பர்ணசமியோட லாபத்துக்கு வேண்டி மட்டும் இன்றைக்கி ஒரு தனி நபருக்கு இந்த பார்க்கிங் கிரவுண்டை அவங்களுக்கு லாபத்துக்கு வேண்டி இதை கொடுத்துருக்காங்க. இதை நாங்கள் ஒரு பஞ்சாயத்தினுடைய உறுப்பினராக இருக்கக்கூடிய காலகட்டத்தில் இதை நாங்கள் வன்மையாக கண்டிக்கிறோம். இதை உடனே பின்வலிக்கணும். அது மட்டும் இல்லை, நான் கேள்விப்பட்டது அடுத்த வாரமும் இந்த மாதிரி இதை ஒரு 4 நாளைக்கு വാടക കൊടുത്തിട്ടാണെന്ന് சொல்லி ഞാൻ കേൾവിപ്പെട്ടത്. മൂന്നാറിലേക്ക് ഇപ്പോൾ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സീസണാണ്. ഈ സമയം പാർക്കിംഗ് ഗ്രൗണ്ട് ഒഴിവാക്കി റോഡരികിൽ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ടാകുന്നത് ടൗണിലെ ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുമെന്നാണ് ആക്ഷേപം. ജില്ലയിൽ കുടിവെള്ളം കിട്ടാക്കനിയാകുമ്പോൾ കട്ടപ്പന വലിയ കണ്ടത്ത് ജലസമൃദ്ധമായ പൊതുകുഴൽക്കിണർ മണ്ണുമൂടി ഉപയോഗശൂന്യമായി കിടക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പഞ്ചായത്ത് നിർമ്മിച്ച കുഴൽക്കിണറിന്റെ ഹാൻഡ് പമ്പ് തകരാറിലായതോടെയാണ് ഉപഭോക്താക്കൾ കിണർ ഉപേക്ഷിച്ചത്. കട്ടപ്പന പഞ്ചായത്തായിരുന്ന കാലത്താണ് വലിയകണ്ടം മേഖലയിലെ 50ഓളം കുടുംബങ്ങൾക്കായി കുഴൽക്കിണർ നിർമ്മിച്ചു നൽകിയത്. എന്നാൽ പിന്നീട് ഉപഭോക്താക്കൾ സ്വന്തമായി കുടിവെള്ള സ്രോതസ്സുകൾ നിർമ്മിച്ചതോടെ ഈ കുഴൽക്കിണർ അനാഥമായി. എന്നാൽ വേനലാകുന്നതോടെ നിരവധി ആളുകൾ ഈ കുഴൽക്കിണറിനെ തേടിയെത്തിയിരുന്നു. അടുത്തയിടെ വരെ മറ്റുള്ള ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ വാഹനങ്ങളിൽ ഇവിടെ നിന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുമായിരുന്നു. ഇതിനകത്ത് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു. ഈ നാട്ടുകാരെല്ലാം ഇവിടെ നിന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഹാൻഡ് പമ്പാണ്. അത് അടിച്ചെടുത്തിട്ട് ഈ വഴിയെ പോകുന്നവരും ഈ വീട്ടുകാർ ഇവിടെ ഉള്ളവരെല്ലാം വെള്ളം എടുത്തിട്ടുള്ളതാണ്. കുറച്ചു കാലമായിട്ട് ഇപ്പം വെള്ളം നമുക്ക് എല്ലാവർക്കും കൊള്ളൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളം അവരുടെ വീടുകളിലുള്ളതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല. എന്നാലും ആൾക്കാരെ ഉപയോഗിച്ച് വാഹനങ്ങൾ വരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് ഒത്തിരി അടിച്ചാൽ മാത്രം വെള്ളം ഇഷ്ടംപോലുണ്ട്. ഒത്തിരി അടിച്ചു കഴിയുമ്പോഴാണ് വെള്ളം വരുന്നത്. അത് അധികാരികളിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഈ ചൂടത്തും ഈ വേനലത്തും ഇതുപോലെ കുഴൽക്കിണർ പറ്റിയിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ കൂടിയൊന്ന് നമുക്കൊന്ന് ശരിയാക്കുവാണെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർക്കെല്ലാം ഇവിടെ ഇപ്പം തന്നെ അയലോക്കത്തുള്ള വീടുകളിലെല്ലാം വെള്ളം പറ്റിയിരിക്കുകയാണ്. ഇവിടുന്ന് കോരിക്കൊണ്ട് പോകാനും വെള്ളം എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സഹായമാണത്. ഇതൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളമാണിത്. ഈ വർഷം കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെയാണ് മണ്ണ് മൂടിയ കുഴൽക്കിണർ ഉപയോഗപ്രദമാക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നത്. കുടിവെള്ളക്ഷാമമുണ്ട്. ഈ പഞ്ചായത്തിന്റെ കുഴൽക്കിണർ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഉപയോഗപ്രദമാക്കി തരണം.
ഈ വാർഡിലെ വെള്ളങ്ങളെല്ലാം പറ്റി, കുഴൽക്കിണറുകളെല്ലാം പറ്റി. അത് കാരണം ഇത് എത്രയും പെട്ടെന്ന് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാക്കി ഞങ്ങൾക്ക് തരണം. വലിയകണ്ടം മേഖലയിലെ പല കുടിവെള്ള സ്രോതസ്സുകളും വറ്റി വരണ്ടു. പല ആളുകളും പണം നൽകിയാണ് വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. സമൃദ്ധമായി ജലമുള്ള പൊതു കുഴൽക്കിണറിന്റെ ഹാൻഡ് പമ്പ് മാറ്റി വെള്ളം ശേഖരിക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയാൽ മേഖലയിലെ കുടിവെള്ളക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാനാകും. ഉപ്പുതറയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം. കാലപ്പഴക്കത്തിൽ ക്ഷയിച്ച പമ്പ് ഹൗസ് പുനർനിർമ്മിക്കുന്നതിനോടൊപ്പം സ്ഥിരമായി വെള്ളമുള്ള ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഉപ്പുതറ മേഖലയിൽ കടുത്ത കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയാത്തതിനാൽ നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിലവിലുള്ള ഉപ്പുതറയിലെ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ഇതോടൊപ്പം ഇനിയും കടുത്ത വേനൽ തുടർന്നാൽ പമ്പ് ഹൗസിൽ അവശേഷിക്കുന്ന ജലനിരപ്പും താഴ്ന്നു തുടങ്ങും. ഇത് മേഖലയിൽ കൂടുതൽ കുടിവെള്ളക്ഷാമത്തിന് കാരണമാകും. ഈ പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ പമ്പ് ഹൗസ് ഒരു നോക്കുകുത്തിയായി നിന്നുകൊണ്ട് ഇത്രയുമധികം ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ശമ്പളത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ, ജല അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട താലൂക്കിലെ MLA അടക്കമുള്ള രാഷ്ട്രീയ പ്രതിനിധികളുമൊക്കെ ഈ പമ്പ് ഹൗസ് അടിയന്തരമായിട്ട് സന്ദർശിക്കുകയും വരും കാലങ്ങളിൽ ഇതുപോലുള്ള ഒരു അവസ്ഥയുണ്ടായി ജനം കുടിവെള്ളമില്ലാതെ അലയുന്ന ആ ഒരു അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ജലം കൂടുതൽ ലഭ്യമായ സ്ഥലത്തേക്ക് പുതിയ ഒരു പമ്പ് ഹൗസ് പണിതുകൊണ്ട് ഉപ്പുതറ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം വാട്ടർ അതോറിറ്റി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സ്വത്തര നടപടികൾ ആരംഭിക്കണം. ഉപ്പുതറ പഞ്ചായത്തിൽ 3 ലക്ഷം രൂപയാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ഈ തുക ഉപയോഗിച്ച് പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം മാത്രമേ കാണാൻ സാധിക്കൂ. ഇതോടൊപ്പം നിലവിലുള്ള പമ്പ് ഹൗസ് കൂടുതൽ വെള്ളമുള്ള ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് സ്കൂട്ടർ ഇടിച്ച് വയോധികന് പരിക്കേറ്റു. വാലാടി മേപ്പരട്ട് സ്വദേശി തോമസിനാണ് പരിക്കേറ്റത്. വണ്ടിപ്പെരിയാർ സഹകരണ ആശുപത്രിയിൽ നിന്നും ഡോക്ടറെ കണ്ടതിനു ശേഷം മരുന്ന് വാങ്ങുന്നതിനായി തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലേക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിലാണ് തോമസിനെ സ്കൂട്ടർ ഇടിച്ചത്. സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും വാളാടിയിലേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറാണ് വയോധികനെ ഇടിച്ചത്. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ ഇദ്ദേഹത്തെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ സമയം വരെയും ഹെൽമറ്റ് ധരിച്ച സ്കൂട്ടർ യാത്രികൻ ഇവർക്കൊപ്പമുണ്ടായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇയാൾ കടന്നുകളഞ്ഞതായും പരാതിയുണ്ട്. തുടർന്ന് തോമസിനെ പരിശോധിച്ചപ്പോൾ നട്ടെല്ലിന് പൊട്ടലുള്ളതായി കണ്ടെത്തുകയും വിദഗ്ധ ചികിത്സയ്ക്കായി കാഞ്ഞിരപ്പള്ളിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്കൂട്ടർ യാത്രക്കാരനായുള്ള അന്വേഷണവും നടത്തിവരികയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. മാങ്കുളം മുനിപ്പാറ വടക്കൻ വളവിന് സമീപം കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു. അപകടം നടന്ന ഭാഗത്ത് പാതയോരത്തോട് ചേർന്ന് മുമ്പ് മണ്ണിടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത് അപകട സാധ്യത ഉയർത്തുന്നതായി ആളുകൾ പറയുന്നു. ഈ ഭാഗത്ത് അപകട മുന്നറിയിപ്പ് ഒരുക്കണമെന്നും ആവശ്യമുണ്ട്. മുനിപ്പാറ വടക്കൻ വളവിന് സമീപം നിയന്ത്രണം നഷ്ടമായ കാർ കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്ന് പോലീസ് അറിയിച്ചു. പാതയോരത്തു നിന്നും താഴേക്ക് പതിച്ച കാർ അവിടെ തന്നെ തങ്ങി നിന്നതിനാൽ കൂടുതൽ അപകടമൊഴിവായി. കാറിന് ചില കേടുപാടുകൾ സംഭവിച്ചു. അതേസമയം അപകടം നടന്ന ഭാഗത്ത് പാതയോരത്തോട് ചേർന്ന് മുമ്പ് മണ്ണിടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത് അപകട സാധ്യത ഉയർത്തുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ ഭാഗത്ത് അപകട മുന്നറിയിപ്പ് ഒരുക്കണമെന്നും ആവശ്യമുണ്ട്. പൊതുവെ വീതി കുറഞ്ഞ പാതയാണ് കല്ലാർ മാങ്കുളം റോഡ്. വിനോദസഞ്ചാരികളുടേതടക്കം ദിവസവും നിരവധി വാഹനങ്ങൾ കല്ലാർ മാങ്കുളം റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. രാത്രികാലത്തും തിരക്കുള്ള സമയങ്ങളിലുമൊക്കെ പാതയോരത്തോട് ചേർന്ന് കിടങ്ങുള്ള ഭാഗത്ത് അപകടങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇക്കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് വാഹനയാത്രികർ മുമ്പോട്ട് വയ്ക്കുന്നത്. ഹൈറേഞ്ച് NSS കരയോഗി യൂണിറ്റിന്റെ 52ാമത് വാർഷിക പൊതുയോഗം കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്നു. യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. OS പ്രഭാകരൻ നായർ മന്നത്താചാര്യന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുൻപിൽ നിലവിളക്ക് കൊളുത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന വാർഷിക പൊതുയോഗം ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ഒത്തിരി മാനസികമായ വിഷമങ്ങളുണ്ട്, പുറത്തു നിന്നുള്ള സമ്മർദ്ദമുണ്ട്. ഇതിനിടയ്ക്ക് വാടകയ്ക്ക് ആൾക്കാരെ വെച്ച് കൊല്ലുമെന്നൊക്കെ പറയുന്നു. എല്ലാ തരത്തിലും ഭീഷണിയുണ്ട്. പക്ഷെ എന്തുകൊണ്ടും നമുക്ക് ഒരു നിഷ്കളങ്കമായിട്ടേ അതിനെ കാണാൻ പറ്റുന്നുള്ളൂ. തളരുന്നില്ലല്ലോ. എന്തുകൊണ്ട് തളരുന്നില്ല? ഒരു സംശയവും വേണ്ട.
മന്നത്താചാര്യൻ ഇവിടെയാ. മന്നത്താചാര്യൻ പെരുന്നേലല്ല, മന്നത്താചാര്യൻ ശ്രീപത്മനാഭപുരത്താണ്. ആ ഒരു വിശ്വാസമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. ഒരു പക്ഷേ ഇതൊരു ചരിത്ര നിയോഗമായിരിക്കാം. ഈ നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ ഒരു മാറ്റത്തിന് കാരണക്കാരായത് ഹൈറേഞ്ചിലെ നായർ സമുദായ അംഗങ്ങളാണ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു നല്ല ഭാവി, ഒരു സുവർണ്ണ കാലഘട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. യൂണിയൻ വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ AG റിപ്പോർട്ട് അവതരിപ്പിച്ചു. 1,26,00,000 രൂപ വരവും ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് യോഗം പാസ്സാക്കി. യോഗത്തിൽ വെച്ച് ചികിത്സാ സഹായവും വിവാഹ ധനസഹായങ്ങളും കരയോഗ മന്ദിര നിർമ്മാണ ധനസഹായങ്ങളും വിതരണം ചെയ്തു. ഹൈറേഞ്ചിലെ പകുതിയോളം കരയോഗങ്ങളിലും താലൂക്ക് യൂണിയന്റെയും ഹൈറേഞ്ച് മണ്ഡലത്തിൽ നിന്നുമുള്ള പ്രതിനിധി സഭാംഗത്തിന്റെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ NSS നേതൃത്വം മനഃപൂർവ്വമായി കാണിക്കുന്ന അനാസ്ഥയിൽ യോഗത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. KV വിശ്വനാഥൻ, സുമാ രവീന്ദ്രൻ, G ഗോപാലകൃഷ്ണൻ, G ശിവശങ്കരൻ നായർ, KG വാസുദേവൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈറേഞ്ച് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മെയ് 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നടത്തുന്ന കരയോഗ സന്ദർശന പരിപാടിയുടെ ഉദ്ഘാടനം വണ്ടിപ്പെരിയാറിലെ വിവിധ കരയോഗങ്ങളിൽ നടന്നു. ഹൈറേഞ്ച് NSS യൂണിയൻ അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ KS അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ച് NSS യൂണിയന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി യൂണിയൻ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പീരുമേട് മേഖലയിലെ വിവിധ കരയോഗ അംഗങ്ങളെ സന്ദർശിച്ച പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഉദ്ഘാടനമാണ് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് കരയോഗത്തിൽ വെച്ച് നടന്നത്. യോഗത്തിൽ പ്രസിഡന്റ് AS അജികുമാർ അധ്യക്ഷനായിരുന്നു. ഹൈറേഞ്ച് NSS യൂണിയൻ അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ KS അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ യോഗത്തിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഹൈറേഞ്ച് NSS യൂണിയന്റെ പ്രവർത്തകരും കരയോഗം പ്രവർത്തകരും തമ്മിലുള്ള ഒരു ആത്മബന്ധം ഉറപ്പിക്കുന്നതിനും നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് കൂടുതൽ കരുത്തേകുന്നതിനുള്ള കൂടുതൽ ആശയങ്ങൾ സമാഹരിക്കുന്നതിനും നമ്മളെ തുടർന്നുള്ള പദ്ധതികൾ കൂടി ആലോചിച്ച് പ്രവർത്തനം കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനും വനിതാ സമാജം പ്രസിഡന്റ് കൃഷ്ണമ്മ അരവിന്ദൻ ഭദ്രദീപം തെളിയിച്ചു. ഭാരവാഹികളായ സുമ സാബു, ശശികല ഷാജി എന്നിവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ 2760 നമ്പർ NSS കരയോഗത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ഹൈറേഞ്ച് NSS യൂണിയൻ സെക്രട്ടറി PT അജയൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ N ചന്ദ്രശേഖരൻ പിള്ള, ഭാസിപ്പിള്ള, SP അനിൽകുമാർ, ശ്രീകുമാർ, സുകുമാരൻ നായർ, സുരേഷ് PK തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് കരയോഗം ഭാരവാഹികളും കുടുംബാംഗങ്ങളും ബാലസംഘം പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. 21ാമത് ജൂനിയർ ഏഷ്യൻ ഗെയിംസിൽ നാടിന് അഭിമാനമായി കട്ടപ്പനക്കാരി സാന്ദ്ര സാബു. ദുബായിൽ വെച്ച് നടന്ന വുമൺസ് 4x400 മീറ്റർ റിലേയിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ മിടുക്കി. കട്ടപ്പന നരിയമ്പാറ കാരക്കാട്ട് വീട്ടിൽ സാബുവിന്റെയും മഞ്ജു സാബുവിന്റെയും മകളാണ് സാന്ദ്ര സാബു. നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കായിക മേഖലയിലേക്ക് കൊച്ചുമിടുക്കി കടന്നു വന്നത്. കായിക രംഗത്തേക്ക് വരവെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നരിയമ്പാറ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നരിയമ്പാറ സ്കൂളിൽ സ്പോർട്സിൽ നമ്മുടെ സുരേഷ് സാറിൻ്റെ ഇതിലായ ഇവിടെ വന്നത്. അപ്പം ഇവിടെ നിന്ന് സെലക്ഷനായി ഇവർക്ക് താമേൽ സ്കൂളിലേക്ക് സെലക്ഷൻ കിട്ടിയായിരുന്നു. അവിടെ നിന്ന് ആ മത്സരത്തിന് പോയപ്പോഴാണ് ഇവരുടെ പെർഫോമൻസ് കണ്ടുകൊണ്ട് ഈ തോമസ് മാഷിൻ്റെ അവർ ചോദിച്ചു കൊച്ചിനെ അങ്ങോട്ട് വിട്ടു തരാമെന്ന് ചോദിച്ചു. അങ്ങനെ ആണ് കൊച്ചിനെ നമ്മൾ അങ്ങോട്ട് വിട്ടുകൊടുത്തത് തോമസ് മാഷിൻ്റെല്ലായിരുന്നു. 6-7 വർഷത്തോളം 6-7 വർഷത്തോളം സാറിൻ്റെ കീഴിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞാണ് കൊച്ചിനെ അവിടുന്ന് ഈ അവിടെ ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നു സായിലേക്ക്. അതിന് പങ്കെടുത്തു, അതിൽ കിട്ടി. അങ്ങനെ സായിലോട്ട് ആകുക ചെയ്തത്. തിരുവനന്തപുരം തുണ്ടത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിനിയാണ് സാന്ദ്ര. ഏപ്രിൽ 22 മുതൽ 27 വരെ ദുബായിൽ നടന്ന ജൂനിയർ ഏഷ്യൻ ഗെയിംസിലാണ് സാന്ദ്രയെ കൂടാതെ തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളും ചേർന്ന് 4x400 മീറ്റർ റിലേയിൽ സ്വർണം കരസ്ഥമാക്കിയത്. അമേരിക്ക, ചൈന, കൊറിയ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തിയ കായിക താരങ്ങളെ പിന്നിലാക്കിയാണ് സാന്ദ്രയും ടീമും മിന്നുന്ന വിജയം നേടിയത്. ഇത് കൊച്ചിന് ഏഷ്യൻ ഗെയിംസിൽ 22-ാം തീയതി തൊട്ട് 27-ാം തീയതി വരെ ദുബായ് വെച്ച് നടന്നൊരു മത്സരമായിരുന്നു. അപ്പം അതിന് കൊച്ചി ഇവിടുന്ന് ഏപ്രിൽ 1-ാം തീയതി ബാംഗ്ലൂർ വെച്ച് ട്രെയിനിങ് ആയിരുന്നു. ആ ട്രെയിനിങ്ങിന് ശേഷം അവർ ദുബായിക്ക് പോയി. ദുബായിൽ 22-ാം തീയതി ചെന്നു. 22 തൊട്ട് 27 വരെയായിരുന്നു അവിടെ മത്സരം. കൊച്ച് ഇവിടുന്ന് പോയപ്പോൾ ഒരു ഐറ്റത്തിനെ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മിക്സഡ് റിലേയും കൂടെ കൊച്ച് സെലക്റ്റായി. അപ്പോൾ 2 എണ്ണം ഓടി. അപ്പോൾ ആദ്യത്തേത് മിക്സഡ് റിലേക്ക് വെള്ളി വന്നു. പിന്നെ അല്ലാത്ത സാധാ 4x400 റിലേക്ക് അവർ 4 പെൺപിള്ളേർ മാത്രമായിരുന്നു. അതിന് ഗോൾഡും കിട്ടി.
ഭോപ്പാലിൽ നടന്ന നാഷണൽ ഗെയിംസിൽ 400 മീറ്റർ ഓട്ടത്തിൽ സ്വർണവും കഴിഞ്ഞ നവംബർ മാസം പഞ്ചാബിൽ നടന്ന സ്കൂൾ നാഷണൽ ഗെയിംസിലും 400 മീറ്ററിൽ വെള്ളിയും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. സഞ്ജുവാണ് സഹോദരൻ. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. സംഘടന സൗത്ത് സോൺ സെക്രട്ടറി KP ഹരീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ കട്ടപ്പന യൂണിറ്റ് തലത്തിലെ സമ്മേളനമാണ് സംഘടിപ്പിച്ചത്. തൊടുപുഴയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനും കോട്ടയത്ത് നടക്കുന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിനും മുന്നോടിയായിട്ടാണ് കട്ടപ്പനയിൽ യൂണിറ്റ് സമ്മേളനം നടന്നത്. കട്ടപ്പന TB ജംഗ്ഷൻ റോട്ടറി ഹാളിൽ സംഘടിപ്പിച്ച യൂണിറ്റ് സമ്മേളനം സംഘടന സൗത്ത് സോൺ സെക്രട്ടറി KP ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. സംഘടനയ്ക്ക് 1000-ലേറെ അംഗങ്ങളും അതുപോലെ തന്നെ 14 ജില്ലകളിലും യൂണിറ്റുകളുമുള്ള 14 ജില്ലാ കമ്മിറ്റികളും യൂണിറ്റുകളുമുണ്ട്. വളരെ കൃത്യമായ പ്രവർത്തനത്തോടുകൂടി സംഘടന മുഴുവൻ അംഗങ്ങൾക്ക് പ്രൊഫഷണൽ നിലവാരം കൊടുക്കുവാനുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലും അക്കാഡമിക് ക്ലാസുകളും അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായി 3-4 ജില്ലകളെ കൂട്ടിക്കൊണ്ട് മൾട്ടി-ഡിസ്ട്രിക്ട് സെമിനാറുകളും സംഘടന സംഘടിപ്പിച്ചു പോകുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ GST കമ്മിറ്റികൾ, GST നമ്മുടെ ഫെസിലിറ്റേഷൻ കമ്മിറ്റികളിൽ അതുപോലെ തന്നെ സംസ്ഥാന ബഡ്ജറ്റിന് മുന്നോടിയായുള്ള പ്രീ ബഡ്ജറ്റ് ചർച്ചകളിലുമെല്ലാം തന്നെ നമ്മൾ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് GST ആവശ്യമായ അല്ലെങ്കിൽ നമ്മളുടെ വ്യാപാരികൾക്കും അതുപോലെ ടാക്സ് പ്രാക്ടീഷണർമാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഭാവിയിൽ ഗവൺമെന്റിന് വരുമാനം കൂട്ടാവുന്ന കാര്യങ്ങളെല്ലാം ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ടാക്സ് പ്രാക്ടീഷണർമാർ സംഘടനയായ സംഘടനയായ കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കൃത്യമായി ചെയ്തു പോരുന്നുണ്ട്. കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് PT ബാബു അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് PS ജോസഫ്, ജില്ലാ പ്രസിഡന്റ് TJ തോമസ്, യൂണിറ്റ് സെക്രട്ടറി AS അനീഷ്, ട്രഷറർ മാത്യു തോമസ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KK റിജി, മുൻ പ്രസിഡന്റ് AJ മാത്യു, അനീഷ് P മാണി എന്നിവർ സംസാരിച്ചു. മാർ ബെസേലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ഡയറക്ടറായി ഡോക്ടർ ഉമ്മൻ മാമൻ ചുമതലയേറ്റു. കോളേജിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച് സ്ഥാനമൊഴിയുന്ന പ്രിൻസ് വർഗീസിന് യാത്രയയപ്പും നൽകി. മാനേജ്മെന്റ് പണ്ഡിറ്റ്, സോഷ്യൽ എഞ്ചിനീയർ, മെന്റർ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഉമ്മൻ മാമൻ വിവിധ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പദവി അലങ്കരിച്ച വ്യക്തിയാണ്. നെതർലൻഡ്സിലെ യൂട്രെക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാനേജ്മെന്റിൽ PhD, ബോംബെ ജംനാലാൽ ബജാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നിന്നും MBAയും കേരള സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ BAയും സ്വന്തമാക്കിയ ഡോക്ടർ ഉമ്മൻ മാമൻ ബെസേലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ഡയറക്ടറായിട്ടാണ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾക്ക് തിരുമേനി want to make this college as an autonomous institution. More than an autonomous, you want to make it as a deemed to be university. That is the ultimate ambition of our Catholic Triveni. So how are we going to achieve it? 3 വർഷക്കാലം കോളേജിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച പ്രിൻസ് വർഗീസിന് യാത്രയയപ്പും നൽകി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VI ജോർജ് അധ്യക്ഷനായിരുന്നു. ഡയറക്ടർ ഡോക്ടർ ഉമ്മൻ മാമൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഏലിയാസ് ജാൻസൺ, ഓഫീസ് മാനേജർ ഫാദർ ജോൺ സമുവേൽ, സ്റ്റുഡൻസ് അഡ്വൈസർ ഫാദർ സജിൻ സാബു പാട്ടത്തിൽ എന്നിവർ സംസാരിച്ചു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോഷി മണിമലയ്ക്ക് യാത്രയയപ്പ് നൽകി. 2013 ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച വാട്സാപ്പ് കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന. അഡ്വക്കേറ്റ് ജോഷി മണിമലയുടെ ആശയമായിരുന്നു ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന. അന്നു മുതൽ അദ്ദേഹം തന്നെയായിരുന്നു കൂട്ടായ്മയുടെ പ്രസിഡന്റും. തുടർന്ന് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും കൂട്ടായ്മ വളർന്നു. 100 കണക്കിന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന നേതൃത്വം നൽകി. മന്ത്രി റോഷി അഗസ്റ്റിന്റെ പേഴ്സണൽ സ്റ്റാഫായി നിയമിതനായ ജോഷി മണിമല ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നു. ഈ സമയത്താണ് കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ജോഷി തീരുമാനമെടുത്തത്. കട്ടപ്പന റോട്ടറി ക്ലബ്ബ് ഓഫ് ഹെറിറ്റേജ് ഹാളിൽ നടന്ന ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ യാത്രയയപ്പ് സമ്മേളനത്തിൽ രക്ഷാധികാരികളായ ഷാജി നെല്ലിപ്പറമ്പിൽ, KV വിശ്വനാഥൻ, കൗൺസിലർ സിജോമോൻ ജോസ്, കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ, റോട്ടറി ക്ലബ് പ്രസിഡന്റ് വിജി ജോസഫ്, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന വർക്കിംഗ് പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, S സൂരിലാൽ, ടോമി ആനിക്കാമുണ്ട, രജീഷ് TR, ജോസിൻ K ജോസ്, സൈജോ ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ ഉപഹാരം കൈമാറി. ജോഷി മണിമല മറുപടി പ്രസംഗവും നടത്തി. ഇന്ന് ഈ ഹാളിൽ ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ള, ഞാൻ ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ആളുകളാണ് കൂടിയുള്ളത്. പിന്നെ ഇവിടെ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയെ പറ്റി പറഞ്ഞ എല്ലാ നല്ല വാക്കുകളും അതൊന്നും എൻ്റെ കഴിവല്ല, ഞാൻ ത്രെഡ് ഇട്ട് കൊടുത്തു എന്നുള്ളതല്ലാതെ അതിനുശേഷം ഈ കൂട്ടായ്മ, കാരണം നമ്മളൊരാളൊരു അഭിപ്രായം പറയുമ്പോൾ
അതേപോലെ കാരണം ചിന്തിക്കുന്നവർക്ക് ചിലപ്പോൾ മറ്റഭിപ്രായം ഉണ്ടാകും. എങ്കിൽ പോലും അതിന് കോമൺ അഭിപ്രായം എടുത്തുകൊണ്ട് അതിനോടൊപ്പം നിൽക്കാനുള്ള ഒരു മനസ്സിലാക്കിയ കുറേ ആളുകൾ ആ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന സത്യത്തിൽ തുടങ്ങിയത് ഒരു ചാരിറ്റി സംഘടനയായിട്ടൊന്നുമല്ല ആലോചിച്ചിരുന്നത്. ഇത് തുടങ്ങുന്നത് ആദ്യം അവിടെ ദിവസം പറഞ്ഞ സച്ചിൻ്റെ അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി കട്ടപ്പനയിൽ സെൻറ്റർ വേണമെന്ന് പറഞ്ഞ് ഒപ്പുശേഖരണം നടത്താനായിട്ടാണ് ആരംഭിച്ചത്. അന്നും കട്ടപ്പനയുടെ ഡെവലപ്മെന്റ് മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഒരു സൗഹൃദ കൂട്ടായ്മ മറ്റ് ഒരു റിക്രിയേഷണൽ ആക്ടിവിറ്റി ഇതൊക്കെ ആയിട്ട് മനസ്സിലായിരുന്നു. എന്നാൽ ദൈവം ഒരു നിമിത്തമായി നമ്മളെ ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 37 വർഷത്തെ അങ്കണവാടി അധ്യാപനത്തിൽ നിന്നും വിരമിച്ച ആനന്ദവല്ലി ടീച്ചർക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ വെള്ളക്കടവിൽ വെച്ച് യാത്രയയപ്പ് നൽകി. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഷാദ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വള്ളക്കടവ് അങ്കണവാടിയിൽ വെച്ച് നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല കുളത്തുങ്കൽ അധ്യക്ഷയായിരുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PM നൌഷാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മളെ മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ നമ്മളിവിടെ കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം നമ്മളെ കുട്ടികളൊക്കെ പറക്ക പറ്റിയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ സർക്കാർ ICDS സൂപ്പർവൈസർ C സുന്ദരി, ഗ്രാമപഞ്ചായത്ത് അംഗം C ഗുണേശ്വരി, പൊതുപ്രവർത്തകരായ ഷാജി കുരിശുമൂട്, MP ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. അങ്കണവാടിയിലെ പൂർവ്വ വിദ്യാർത്ഥികളും നിലവിലെ കുട്ടികളുമടക്കം നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം മെയ് 3-ാം തീയതി വെള്ളിയാഴ്ച വരെ ദീർഘിപ്പിച്ചു. മെയ് മാസത്തെ റേഷൻ വിതരണം 6-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. കൂടാതെ ഏപ്രിൽ മാസത്തെ വിതരണത്തിന് ശേഷം മെയ് 4, 5 തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കുമെന്നും പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും സമർപ്പണവുമാണ് കുര്യാച്ചൻ ചേട്ടനെ വ്യത്യസ്തനാക്കുന്നത്. ഈ തൊഴിലാളി ദിനത്തിൽ തികച്ചും വ്യത്യസ്തനായ മേലേച്ചിന്നാർ സ്വദേശിയായ കുര്യാച്ചൻ കൊട്ടാരത്തിലിനെ പരിചയപ്പെടാം. 45 വർഷത്തിലേറെയായി കുര്യാച്ചൻ ചേട്ടൻ നടപ്പും ചുമടും ആരംഭിച്ചിട്ട 30-40 കിലോമീറ്റർ ദൂരം വരെ നടക്കുമായിരുന്നു. ഇപ്പോൾ 10 കിലോമീറ്ററോളം ദൂരം പത്രക്കെട്ടും ചുമന്ന് നടക്കുകയാണ്. മുമ്പ് കട്ടപ്പനയിൽ നിന്ന് ഇരട്ടിയാർ വഴി പത്രക്കെട്ടുമായി നടന്ന പെരിഞ്ചാംകുട്ടി മുള്ളരിക്കുടി വരെ എത്തിയിരുന്നു. പിന്നീട് ഇരട്ടിയാറിൽ നിന്നും നടപ്പാരംഭിച്ചു. ഇപ്പോൾ ഇരട്ടിയാറിൽ നിന്നും ഓട്ടോറിക്ഷയിൽ മേലേച്ചിന്നാർ വരെ പത്രം എത്തിച്ച ശേഷം തലച്ചുമടായി പെരിഞ്ചാംകുട്ടി വരെ ചുമക്കുന്നു. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണിതെന്ന അഭിമാനത്തോടെ പറയുന്നയാളാണ് കുര്യാച്ചൻ ചേട്ടൻ. എൻ്റെ പേര് KJ കുര്യാച്ചൻ, മേലേച്ചിന്നാറിൽ താമസിക്കുന്നു. പിന്നെ ഏതാണ്ട് വർഷങ്ങളായിട്ട് പത്രമില്ലാത്തൊരു ജീവിതം വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെയാണ് യഥാർത്ഥത്തിൽ. പിന്നെ മറ്റുള്ള ആൾക്കാരുടെ ആത്മാത്മാ സ്നേഹവും താല്പര്യം കാണുമ്പോഴത്തേക്കും വളരെ സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത്. മുന്നോട്ട് കുറച്ചുകാലോടെ കൊണ്ടുപോകണമെന്ന് മനസ്സിലായ ആഗ്രഹം, പിന്നെ സാഹചര്യ പശ്ചാത്തലങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അത് ഈശ്വരൻ നിശ്ചയിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ്. എനിക്ക് പത്രസബ്ദമായിട്ട് പോയതുകൊണ്ട് ഒരു ജലദോഷമോ പനിയോ കാര്യങ്ങളോ ഒന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം. അതൊരു വലിയ അനുഗ്രഹമായിട്ട് കരുതുകയാണ്. പ്രഭാതത്തിൽ കേൾക്കുന്നതിൻ്റെയൊക്കെ ആയിരിക്കാം. എന്നിരുന്നാലും അത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. വലിയ രോഗങ്ങളോ പ്രയാസങ്ങളോ അതിൻ്റെ പേര് ഇന്ന് വരെ പത്രം കുത്തുന്ന ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ലെന്നുള്ളതാണ്. കാരണം സാധാരണ ആരെങ്കിലുമൊക്കെയാണ് പത്രം പകരേൽപ്പിക്കുക എന്തെങ്കിലും ചെയ്യുന്നത്. അതിൻ്റെ പോലും ആവശ്യം വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഇതിനെ കണക്ക് കൂട്ടുന്നത്. ഒരിക്കൽ പോലും അവധിയെടുക്കാറില്ല. ഒരു തരത്തിലുള്ള അസുഖങ്ങളും നാളിതുവരെ ഉണ്ടായിട്ടില്ല. പത്രങ്ങളും ആനുകാലികങ്ങളും വീടുകളിലും കടകളിലും സ്ഥാപനങ്ങളിലും എത്തിച്ച ശേഷം തിരികെ മേലേച്ചിന്നാറിലെ വീട്ടിലേക്ക് നടക്കുന്നയാളാണ് കുര്യാച്ചൻ ചേട്ടൻ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അധ്വാനത്തിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും ഓർമ്മപ്പെടുത്തി ഒരു മെയ് ദിനം കൂടി.
നെയ്യൊന്ന 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നീ ആവശ്യങ്ങൾ ത്യാഗനിർഭരമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതിന്റെ ഓർമ്മ ദിനം. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെള്ളയാങ്കുടിയിൽ ദേശീയപാതയിലിറങ്ങിയ കാട്ടുപന്നി ഭീതി പരത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങളിൽ ചിലത് പ്രായോഗികമല്ലെന്ന പരാതിയുമായി KPMS. ഇതുമായി ബന്ധപ്പെട്ട ചില മാനദണ്ഡങ്ങൾ പിന്നോക്ക വിഭാഗക്കാരായ ആളുകളെ പ്രതിസന്ധിയിലാക്കുന്നതാണെന്ന് KPMS സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ. മൂന്നാർ ടൗണിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകുന്നതിനെതിരെ പരാതി. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ടൗണിൽ മതിയായ സൗകര്യമില്ലെന്നിരിക്കെ പാർക്കിംഗ് ഗ്രൗണ്ട് ഇതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് ആക്ഷേപം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.